ആ ഞാൻ വരുമ്പോ അങ്ങോട്ട് വിളിക്കാം. ഓക്കെ. സാറേ എന്ത് വൃത്തികേടായി കാണിക്കണത്? മിണ്ടല്ല. ആരാണ്? അറിയില്ല സംഭവം. ഇത് ശീതളൻ സാറിനോട് പറയണല്ലോ. വിളിക്ക്. ഞാൻ വിളിച്ചോണ്ടരാം. ഇറങ്ങ പുറത്തേക്കാണ്. എന്താ അതിൻ്റെ ഉള്ളിൽ പരിപാടി? വയറിന് തീരെ സുഖമില്ല. രാവിലെ തൊട്ടിട്ട് ഭയങ്കര. അന്റെ പോക്കറ്റിലെന്താ? ഒന്നുമില്ല. ആ പോക്കറ്റിലെന്താ എടുത്തേ? വയറിന് സുഖമില്ലാത്ത കാരണം അതിന്റെ ഉള്ളിൽ ഇരുന്നിട്ട് കടല് തന്നെയാണ് അല്ലേ? അസുഖി അതിന്റെ ഉള്ളിൽ നോക്കി ഒന്നുമില്ല. ഇല്ലിരിക്കണ്ട, ആ ഗ്ലാസ് കൊടുത്തോ. അതിന്റെ എന്താ സാറേ സാറേ ഇത് വയറിന് സുഖമില്ലാത്തതിന്റെ മരുന്നാവൂല അത് അല്ലേ? അല്ലേ സുധ? എത്രയെന്ന് വിചാരിച്ചാണോ തന്നോട് പറയാം? നാണം വേണ്ടോ മനുഷ്യരായ? താൻ എന്തേ കാണിക്കണേ? രാവിലെ ആയി കഴിഞ്ഞ കൈ ഇങ്ങനെ പിറയ്ക്കുക സാർ. ലാത്തി പിടിക്കാൻ പറ്റുന്നില്ല. താൻ ഈ തോന്നിയാസങ്ങൾ കാണിക്കുമ്പോ എന്റെ പണി വരുന്നത് എനിക്കാ. ആരും അറിയാണ്ട കുടിക്കാം സാർ. സുഹൃത വെറുതെ മനുഷ്യൻ മെനക്കെടുത്തരുന്നുള്ള കാര്യം ഞാൻ പറഞ്ഞുതരാട്ടാ. സംഗതി നിങ്ങളുടെയൊക്കെ സീനിയർ ഓഫീസർ തന്നെയാണ് ഞാൻ. പക്ഷെ എന്റെ അവസ്ഥ എനിക്ക് അറിയില്ല. നിങ്ങളൊക്കെ കഷ്ടമായിട്ടാണ് ഞാൻ ജീവിക്കുന്നത്. സാർ ഞാൻ കുറെ നാളായിട്ട് എന്നും കഴിക്കുന്നു. പക്ഷെ ഒരാളും അറിയില്ല ഇതിപ്പോ എങ്ങനെയാ. അല്ല അതെങ്ങനെയെന്നുള്ളല്ലോ വിഷയം സുഹൃത. അതെങ്ങനെയെന്നുള്ളല്ലോ. താൻ ഇത് നിർത്താനുള്ള ഉദ്ദേശം ഉണ്ടോ? നിർത്തണം എന്ന് അതിയായ ആഗ്രഹമുണ്ട് സാറേ. താൻ ഡി അഡിഷൻ സെന്ററിൽ പോവുക. അവിടെ ഒരു 10-25 ദിവസം അങ്ങോട്ട് നിൽക്കുക. അപ്പൊ അവരുടെ ഒരു ട്രീറ്റ്മെന്റ് ഉണ്ട്. അതൊക്കെ അങ്ങോട്ട് കഴിയുമ്പോ താൻ ഈ മദ്യപാനം അങ്ങോട്ട് നിർത്തി നല്ല കുട്ടപ്പനായിട്ട് ഇങ്ങോട്ട് വരും. എന്താ ചെയ്യാ സാർ? നീ തന്നെ നേരാക്കിയിട്ടുള്ള പരിപാടി അവിടെ ഉള്ളൂ സാർ. വിളിച്ചോ സാർ അത് ഞാൻ അത് അതെന്താ ഇതെന്തായാലും ചെയ്തോളാം. അത് കളഞ്ഞു സാറിനത്. ആ സാറ് പോയിക്കോ, ഞങ്ങൾ കൊണ്ടുപോയിക്കോളാം. വാ. അണക്കാൻ വെച്ചിട്ടുണ്ട്. അണക്കിണക്കല്ലേ ഇങ്ങടെ നടക്ക്. അണക്കണ്ട. സാറിന് അവിടെ അത് ഞാൻ കളഞ്ഞോളാം. നീ ഇത് തുടച്ചാ വീട്ടിൽ വരും. ഇതാര് സുധൻ സാറെ ഇപ്പൊ എത്തി? ആ മിടുക്കനായല്ല. ഞാൻ ഇന്നലെ വന്നു. അത് ശരി. സാറകത്തുണ്ട്. ഞാൻ വിഷം മാറിയിട്ട് അന്ന് വേമ്പ ഞാൻ പറയാന്നാ. കുറിയൊക്കെ തൊട്ട്. അതേ ഒരു സ്ഥലം വരെ പോകാനുണ്ട്. നീ അവിടെ നിക്കട്ടാ. വിളിക്കാം. ഞാന് ഇന്നലെ രാവിലെ എത്തി. ഒരു 10-15 ദിവസം പോയതറിഞ്ഞില്ല സാർ. ഇന്നലെ വീട്ടിൽ വന്നപ്പോ വൈഫിനും കുട്ടികൾക്കൊക്കെ ഭയങ്കര സന്തോഷം. കുടുംബത്തിന്റെ കൂടെ ജീവിക്കുന്നൊരു സന്തോഷം ഇപ്പോഴാണ് ഞാൻ അറിയണേ. സാറിനോട് എങ്ങനെ നന്ദി പറയേണ്ടതെന്ന് അറിയില്ല. ഇന്നലെ വൈകുന്നേരം വൈഫിനും കുട്ടികളായിട്ട് ഞാൻ പാർക്കിലൊക്കെ ഒന്ന് പോയി സാർ. കുട്ടികളുടെ ഒരു സന്തോഷം കാണണം. സാർക്ക് ഞാനൊരു പാർട്ടി തരുന്നുണ്ട്. അല്ല സാറേ ഇതൊന്നും ഇല്ല കേട്ടോ. മറ്റന്നാൾ ചെറിയ മോളുടെ ബർത്ത്ഡേ ആണ്. വൈഫായിട്ട് വരണം. നല്ലൊരു വിരുന്ന് സൽക്കാരത്തിലൊക്കെ കൂടി സന്തോഷത്തിൽ പങ്കുചേർന്ന് പോകണം.
ഉഷാറായല്ലോ ഒരു മാസം കൊണ്ട്. ആവിൻ്റെ സുതിയെ ഞാൻ പോയിട്ട് എത്ര ദിവസമായിട്ട് അവിടെ? 10-25 ദിവസമായില്ലേ? ഞാൻ പോണെന്ന് ഈ മേശയും കയറിയിട്ട് ഇവിടെ ഇങ്ങനെ നിൽക്കണമല്ലോ. കാല് കഴിക്കണമെന്നില്ലേ? സാറ് കള്ളുകൂടിയൊക്കെ കൃത്യം നല്ല ഗ്ലാമർ ആയിട്ടുണ്ട്, ചുള്ളനായി. ചിലർക്ക് നന്നാവണമെന്ന് തോന്നണമെങ്കിലേ മറ്റു ചിലർ വിചാരിക്കണം. ശീതളൻ സാർ അന്ന് എന്നെ അവിടെ കൊണ്ട് അക്കൗണ്ട് കണ്ട. ഇപ്പോൾ ഒരു സുഖമുണ്ട്. കുടുംബം എന്താ, ജീവിതം എന്താന്നൊക്കെ ഒന്ന് മനസ്സിലാക്കാൻ പറ്റും. അതാണ്. ഞാൻ ഈ സന്തോഷ വാർത്ത സാറിനോട് പറയാൻ വേണ്ടിയിട്ടാണ് വന്നത്. സാറ് മുഖത്തൊരു ഭാവം കാണിക്കാണ്ട് ആകെ വിഷമിച്ച് ഒരു മൈൻഡും ചെയ്യാണ്ടിരിക്കുകയാണല്ലോ. എന്താ സാറിന് പറ്റി? അപ്പൊ സാറൊന്നും അറിഞ്ഞില്ല അല്ലേ? എന്തേ? നമ്മുടെ സാറിന്റെ വീടിന്റെ ഹൗസ് വാമിങ് ഈ വരുന്ന 28-ന് വെച്ചിരുന്നാണല്ലോ. അതെ, അന്ന് അത് പോണം. അതിന് നടക്കൂല. എന്തേ? അത് ഈ സാറിന്റെ വൈഫ് ഉണ്ടല്ലോ, ഈ വീട് പണി നടത്തിയ എഞ്ചിനീയറില്ലേ, പുള്ളീന്റെ കൂടെ ഒളിച്ചോടി പോയി. അവിടേക്ക് പോയാട്ടി അങ്ങനെ കേട്ടെ. അതാണ് കറക്റ്റ് കേട്ടാ. അപ്പൊ അവിടേക്കും പോയില്ല ഇവിടേക്കും പോയില്ല. അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം. സുഹൃത്തുക്കളെ, അയ്യടാ പോയല്ല, പോരുത് ഇങ്ങോട്ട് കയറി വരണം സാറേ, കയറി വരണം. ഹായ് സുഹൃത്തുക്കളെ, നമസ്കാരം, എല്ലാവർക്കും നമസ്കാരം. ഞാനാണ് സത്യശീലനാണ്. ഒരുപാട് പോലീസ് സ്റ്റോറികൾ നിങ്ങൾക്ക് വേണ്ടി തയ്യാറാക്കിയിട്ടുള്ള അതേ സത്യശീലൻ. പക്ഷെ നിങ്ങൾക്ക് ഇതുവരെ ഞാൻ പറയാത്ത ഒരു കാര്യമാണ് ഇപ്പൊ പറയാൻ പോണത്. അത് നിങ്ങൾ കണ്ടോ? നിങ്ങൾക്ക് ഞാനിത് ഒന്നും കൂടി മനോഹരമായിട്ട് ഷൂട്ട് ചെയ്ത് തരാം. എന്താ സാറേ ഈ കാണിക്കണേ? ഇതേ ഒന്ന് ആൾക്കാർ കണ്ടോട്ടെ. അല്ല പിന്നെ സുഹൃത്തുക്കളെ, ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന നമ്മുടെ SI ആണ്, പപ്പടപ്പടി SI ആണ് ഈ കിടക്കുന്നത് സാറേ. അതെ സുഹൃത്തുക്കളെ, നമുക്കൊക്കെ എവിടെയെങ്കിലും പോയിട്ട് ഒരു തുള്ളി സാധനം നമ്മൾ വാങ്ങിച്ചു കഴിഞ്ഞാൽ അത് കുടിക്കാൻ നമുക്ക് അവകാശമില്ല. അത് നമ്മൾ വെച്ച് യാത്ര ചെയ്യാൻ നമുക്ക് അവകാശമില്ല. അപ്പതാ ഇവനൊക്കെ വന്ന് പിടിക്കും. ഇപ്പതാ ഡ്യൂട്ടി സമയത്ത് ഇവിടെ വന്ന് കള്ളു കുടിച്ച് എന്തൊക്കെയോ പറഞ്ഞുകൊണ്ട് കിടക്കാണ് സാറേ. നമ്മുടെ ഓഡിയന് വേണ്ടി എന്തെങ്കിലും പറയാൻ പറ്റുമോ? അപ്പൊ സുഹൃത്തുക്കളെ, ഇതാണ് പോലീസ്, ഇതാണ് ഒറിജിനൽ പോലീസ്, ഇത് താണ്ട പോലീസ്. അപ്പൊ നമുക്ക് വീണ്ടും കാണാം അടുത്തൊരു പോലീസുകാരന്റെ നൊമ്പരങ്ങളുമായി. വോയിസ് ഓഫ് സത്യശീലൻ. വീട്ടിലുള്ള ഞാൻ. പ്രസാദ്, കല്യാണ ഡേറ്റ് ഒക്കെ എനിക്ക് ഓർമ്മയുണ്ട്. ഇല്ല, ഫാമിലി ആയിട്ട് എത്തുന്ന കാര്യം പാടാം. പിള്ളേർക്ക് പരീക്ഷ, ഞാനെത്താം. ഞാൻ ഡ്യൂട്ടിയാണ്, എന്നാലും ഞാൻ കയറിക്കോളാം. അല്ല, അത് തലേ ദിവസത്തെ കാര്യം പ്രസാദ് ഞാൻ അങ്ങോട്ട് വിളിക്കാം. എനിക്കൊരു കോളുണ്ട്, ഞാൻ അങ്ങോട്ട് വിളിക്കാം. സാർ സാർ ഇല്ല സാർ, ഞാൻ അറിഞ്ഞില്ല. ശീതളൻ അങ്ങനെ കുഴപ്പക്കാരനല്ല സാർ. മദ്യപിച്ചിട്ടോ? സാർ എനിക്കെതിരെ എന്തിനാണ് സാർ നടപടി? സർക്കുലർ കിട്ടിയായിരുന്നു. അല്ല സാർ പ്ലീസ്. ഹലോ. ഹലോ സർ, ഗുഡ് ആഫ്റ്റർനൂൺ സർ. അതെ മൊയ്തു സർ.
മന്മഥനോ? ബാറിലോ? സാർ ഞാനത് അറിഞ്ഞില്ല സാർ. ഡ്യൂട്ടി സമയത്തോ? അല്ല സാർ ഞാനത് അല്ല സാർ ഞാനെന്ത് ഹലോ ഹലോ സാർ ഹലോ. ഓരോരുത്തന്മാരെ കാണുന്നു നമ്മള്. സുഭാഷേ ഈ ഒരു ഫുള്ള് വാങ്ങി വണ്ടിയിൽ വെക്ക്. ദിവസം കൊളായി. മറിമായത്തിൻ്റെ ആരംഭം മുതൽ ഇതുവരെയുള്ള എല്ലാ എപ്പിസോഡുകളും നിങ്ങൾക്ക് മനോരമ മാക്സിലൂടെ ഫ്രീ ആയിട്ട് കാണാം. അപ്പോൾ കാണാൻ മറക്കണ്ട. ചിരിക്കാം, ചിന്തിക്കാം. മറിമായം.